ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാമികയുടെ അച്ഛനും കൂടി ഇന്ന് സംസാരിക്കുകയാണ്. ഏതായാലും ദേ ഇനി അവൻ്റെ പിറകെ നടന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല. കോടതിയിൽ കേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവോഴ്സ് കിട്ടിയാൽ അവൻ എനിക്ക് പാരിതോഷികം തന്നെ, അത് വലിയൊരു തുക തന്നെ നമുക്ക് ചോദിക്കണമെന്നും പറയണം മോളെ. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ 4 തലമുറക്ക് കഴിയാനുള്ള സ്വത്തുക്കൾ നിനക്ക് കിട്ടും മോളെ. അത് ഒരിക്കലും കൈവിടാനായിട്ട് പാടില്ല. ഏതായാലും ആദർശ് തോറ്റു തുന്നം പാടിയിരിക്കുകയാണല്ലോ. മറ്റേവള് അവള് കാരണം ദേ മൂർത്തീസ് കമ്പനിയിൽ എന്തെല്ലാം നേട്ടങ്ങളാണ് ഉണ്ടായെന്നറിയാമോ? ഇതോടുകൂടി തന്നെ അവളുടെ എല്ലാ അഹങ്കാരങ്ങളും അവസാനിച്ചില്ലേ? ഇത് എനിക്ക് വളരെയേറെ സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. അതേ മോളെ, ഇനി നമുക്ക് മുന്നേറുക തന്നെ ചെയ്യണമെന്നൊക്കെ അച്ഛനും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അവന്തികയാണ്. അപ്പം അവന്തികയാണെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് നമ്മുടെ ദേവയാനി വരുന്നത്. അപ്പോൾ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവന്തിക. ആർക്കോ വലിയൊരു മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് ദേവയാനി വന്നിട്ട് മോളെ എന്ന് പറഞ്ഞ് വിളിക്കുക. അവന്തിക പേടിച്ചു പോയി. അപ്പോൾ അവന്തിക അവിടെ നിന്ന് ചാടി എണീറ്റിട്ട് എന്താ ആൻറ്റി വിളിച്ചത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ മോളെ, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം മോൾക്ക് അറിയാലോ അല്ലേ? ഇവിടെ ആകെ തളർന്ന് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയായിരുന്നു. മോൾ എങ്ങോട്ടാണ് പോയത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ആൻറ്റി, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയതാണ് ആൻറ്റി. പിന്നെ അയർലാൻഡിൽ നിന്ന് വന്നിട്ട് എനിക്ക് അവരായിട്ട് ഒരു ടച്ചും ഇല്ലല്ലോ, അപ്പോൾ അവരെയൊക്കെ കണ്ടൊന്ന് പുതുമ ഇതാക്കാൻ പോയതാണെന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. പിന്നെ അതുമാത്രമല്ല ആൻറ്റി, ഞാൻ അമ്പലത്തിലും പോയി. ഇവിടെ എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുകയാണല്ലോ, അപ്പോൾ എല്ലാവരുടെയും മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി അമ്പലത്തിൽ പോയതാണ് ആൻറ്റി എന്നൊക്കെ പറയുകയാണ്. അതേ മോളെ, അതിന് അമ്പലത്തിലല്ല പോകേണ്ടത്. അതിന് നിന്റെ ഏട്ടനെയും നിന്റെ അമ്മയെയും കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞ് തിരുത്തണം. അവർ നന്നായാൽ മാത്രമേ എല്ലാ സമാധാനവും ശാന്തിയൊക്കെ ഉണ്ടാകുള്ളൂ. അല്ലാതെയൊന്നും ഇങ്ങനെ ഇരുന്നിട്ടൊന്നും കാര്യമില്ല മോളെ എന്നൊക്കെ പറയുകയാണ്. എന്ത് ചെയ്യാനാണ് ആൻറ്റി, എനിക്ക് അയാളെ കാണുന്നത് പോലും പരിശോധന. അയാൾ ഓരോരോ കാര്യങ്ങളും ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എത്രയെന്ന് വെച്ചാൽ പറഞ്ഞൊപ്പിക്കുക, അതിനെല്ലാം വളം വെച്ച് കൊടുക്കാനായിട്ട് എൻ്റെ അമ്മയും എന്ത് ചെയ്യാനാണ് ആൻറ്റി എന്നൊക്കെ പറയുകയാണ്. ഞാൻ മടുത്തു ആൻറ്റി എന്നൊക്കെ ഇങ്ങനെ അവന്തിക ഭയങ്കര ഡയലോഗ് ഇറക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ദേവയാനാണെങ്കിലും മോളെ, എനിക്കിനി മോളോട് ഒരു കാര്യം തുറന്നു പറയാതിരിക്കാനായിട്ട് കഴിയില്ല. എന്താ ആൻറ്റി, എന്ത് കാര്യം ആൻറ്റിക്ക് പറയാനുള്ളത്? അല്ല, ഇവിടെ മിക്കവരും ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞതാണ്, പക്ഷേ നവ്യ ആ കാര്യം അറിഞ്ഞിട്ടില്ല. ഞാൻ ഈ കാര്യം പറയാൻ നേരത്ത് നീ നവ്യയോട് ചെന്ന് പറയരുത് മോളെ. എന്താണ് ഇത്രയും വലിയ കാര്യം? ഞാൻ പറയില്ല ആൻറ്റി, എന്താണെന്ന് വെച്ചാൽ തുറന്നു പറ എന്ന് ദേവയാനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ മോളെ, ആദർശിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാലോ. ആദർശ് ഇല്ലാത്ത തെറ്റുകളെല്ലാം ഏറ്റുവാങ്ങി വല്ലാതെ പഴി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കുഞ്ഞില്ലേ, ചന്തുമോള്. ആ ചന്തുമോള് ആദർശിൻ്റെ കുഞ്ഞല്ല മോളെ, അത് ഇവിടെ അഭയുടെ കുഞ്ഞാണെന്നും പറയുകയാണ്. ഇത് കേട്ടതും ഈ അവന്തിക ഞെട്ടിത്തിരിഞ്ഞിട്ട് മനസ്സ് ചിന്തിക്കുകയാണ്. ഇത് ഞാനും എൻ്റെ അച്ഛനും നേരത്തെ അറിഞ്ഞ സംഭവങ്ങളാണ്, എന്നാൽ ഇവരുടെ മുന്നിൽ അഭിനയിക്കണമല്ലോ. ഒന്ന് ഞെട്ടിയേക്കാം. അയ്യോ ആൻറ്റി, എന്തൊക്കെയാ ആൻറ്റി പറയുന്നത്? ആൻറ്റി പറയുന്നത് സത്യമാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതേ മോളെ, ഞാൻ പറയുന്നത് മുഴുവനും സത്യം തന്നെയാണ്. അത് ആദർശിൻ്റെ കുഞ്ഞല്ല, ചന്തുമോളാണ് അഭിയുടെ കുഞ്ഞാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ദൈവമേ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയാൾ ഇത്രയും വലിയൊരു ചതിയാണോ ചെയ്തു കൂട്ടിയിരിക്കുന്നത്? അതേ മോളെ, അത്രയും വലിയ ചതി തന്നെയാണ്. എന്നിട്ട് ആൻറ്റിക്ക് ഇതെല്ലാവരോടും തുറന്നു പറയാറുന്നില്ലേ? അതെങ്ങനെ തുറന്നു പറയും? നവ്യ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞാൽ അവളുടെ സ്വഭാവം അറിയാലോ. അവൾ എന്ത് കടുങ്കൈ വേണമെങ്കിലും ചെയ്യും മോളെ. അതുകൊണ്ടാണ് ഞാൻ ഈ സത്യങ്ങളൊന്നും തുറന്നു പറയാതിരുന്നത്. നീയും ഇതൊന്നും തുറന്നു പറയരുത് മോളെ. ആൻറ്റി, എനിക്കിപ്പോൾ അയാളോട് അരിശം കൂടിയിട്ടുള്ളു. എന്നിട്ട് ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്യാതെ ആദർശേട്ടനെ എല്ലാവരും കൂടി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലേ? ഇത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. അതേ മോളെ, നിന്റെ ഏട്ടത്തിയും അതേപോലെ തന്നെയാണല്ലോ. ഇപ്പം ആദർശിനെ കുറ്റപ്പെടുത്തുകയാണല്ലോ. അതാ ഞാൻ പറഞ്ഞത്, നവ്യേച്ചിയോട് പറഞ്ഞൂടെ കാര്യങ്ങളെല്ലാം? അങ്ങനെ പറയാൻ പാടില്ല. അത് എൻ്റെ നയനമോളും ആദർശും അവർക്കൊക്കെ ചെയ്യുന്ന ത്യാഗമാണ്. അതുകൊണ്ടാ ഞങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും അവർ അനുസരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയാ. ഇനി അനുസരിപ്പിക്കണം ആൻറ്റി. അവരൊക്കെ ശരിക്കും നല്ലൊരു പാഠം പഠിക്കട്ടെ, എന്നാലും അവർക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ പോവാണ് ആൻറ്റി എന്ന് പറഞ്ഞോണ്ട്. മോളെ, നീ എങ്ങോട്ട് പോവാണ്? എനിക്കേ
അമ്മയെയും അഭിയേട്ടനെയും ഒന്ന് കാണണം, എന്നിട്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കണം. മോളെ ദൈവത്തോർത്ത് നീ നവ്യയോട് കാര്യങ്ങൾ പറയരുത്. ഇല്ല ആൻറ്റി, നവ്യ ചേച്ചിയോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം ആൻറ്റി. അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊന്നും പറയാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറയാം. കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അതേ മോളെ ശരി എന്നും പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് ഈ അവന്തിക അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ഈ സമയം തന്നെ അഭിയും അതേപോലെ തന്നെ ജലജയും കൂടി സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദൈവമേ, ഇവിടെ ഇത്രയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായി. നമ്മളാണെങ്കിൽ ആകെ പരിധി വിട്ടൊരവസ്ഥയിലാണ്. ആ ദേവയാനില്ലേ, അവള് ചെന്ന് ഇനി ആരോടൊക്കെ സത്യം പറയുമെന്ന് ആർക്കറിയാം. ഇനി നവ്യയോട് സത്യം പറയാൻ വേണ്ടിയൊക്കെ ഒരുങ്ങുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ പണി പാളും. അപ്പോഴാണ് അവന്തിക അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവന്തിക വന്നിട്ട് ഇവരിങ്ങനെ തുറിപ്പിച്ച് നോക്കുകയാണ്. ഏട്ടനെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചത്, ഇത് ഇത്രയും വളരെ മോശമായി പോയിട്ടെന്ന് പറഞ്ഞിട്ട് ഇവരെ ചാടി എണിക്കണം. എന്താ മോളെ നീ എന്തൊക്കെയാ പറയുന്നതെന്നല്ലേ? ഇത്രയും വൃത്തികെട്ട മനുഷ്യനാണ് നിങ്ങളെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിന് കൂട്ടുപിടിക്കാൻ ഒരമ്മയും നിങ്ങളാണല്ലേ ചന്തുമോളുടെ അച്ഛൻ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇത് കേട്ട അഭിയും ജലജയും ആകെ ഒന്ന് ഞെട്ടുകയാണ്. ഇത്രയ്ക്കും ക്രൂരത വേണ്ടായിരുന്നു. എന്നിട്ട് എല്ലാ കുറ്റങ്ങളും ആദർശേട്ടൻ്റെ തലയിലേക്ക് വെച്ചു കൊടുത്തു. നിങ്ങൾ എന്തിനാണ് അതിന് കൂട്ടു നിന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം ജലജയാണെങ്കിൽ മോളെ എനിക്ക് വേറൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. ഇവനിങ്ങനെ ഓരോ കോപ്രായങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് വരുമ്പോൾ അനുഭവിക്കുന്നത് മുഴുവൻ ഞാനാണ്. കണ്ടില്ലേ, ഇപ്പം അവരെ ഞങ്ങൾ രണ്ടുപേരെയും വേലക്കാരായിട്ട് നിർത്തിയിരിക്കുകയാണ്. പിന്നെ എന്ത് ചെയ്യാനാണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും നിങ്ങൾക്ക് അത് തന്നെ വേണം. ഒരു പെണ്ണിനെയും വഞ്ചിച്ചിട്ട് അവളെ തളർത്തി കിടത്തിയിട്ട് ഇപ്പോൾ സുഖമായിട്ട് ഇവിടെ ഇരിക്കുന്നല്ലേ, നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക്ക് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അബിക്ക് പിന്നീട് അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. അബി അവിടെ നിന്നാണെങ്കിൽ അവിടെ ഒറ്റ പോക്കാണ്. അപ്പോഴേക്കും ജലജ മോളെ നീ അറിഞ്ഞതെല്ലാം അറിഞ്ഞ് ദൈവത്തോർത്ത് നീ ഇത് നവ്യയോട് പറയാൻ നിൽക്കരുത്. നവ്യയോട് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകുമോ എന്നൊക്കെ പറയാണ്. ശരി, ഞാൻ നവ്യേച്ചിനോട് പറയുന്നില്ല, പക്ഷേ നിങ്ങളോട് ഞാൻ ക്ഷമിക്കാനായിട്ട് പോകുന്നില്ല. ഇത്രയ്ക്കും വൃത്തികെട്ട മനുഷ്യനാണ് ഇയാളെന്ന് ഞാൻ ചിന്തിച്ചു പോലും എന്നൊക്കെ പറഞ്ഞു പോവാ. അപ്പോൾ ഈ ജലജയാണെങ്കിൽ അബിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അബി കണ്ടില്ലേ, അവളിതേ ഇപ്പോൾ അവന്തികയോട് വരെ സത്യം പറഞ്ഞിരിക്കുന്നു. ഇനി ഈ സത്യങ്ങൾ മുഴുവനും നവ്യയുടെ ചെവിയിൽ എപ്പോഴാണ് എത്തുന്നതെന്ന് പറയാനായിട്ട് പറ്റില്ല. അമ്മേ, എനിക്ക് ആ ഒരു പേടി ഇല്ലാതെ ഇല്ല. ദൈവമേ, ഇതാകെ പ്രശ്നമായി തീർന്നിരിക്കുകയാണല്ലോ. നവ്യ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കല് ബുദ്ധിമുട്ടാണമ്മേ. അവള് കഷ്ണമായി തുണ്ടും ആക്കും അവള് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ പിന്നീട് നവ്യയെ കാണിക്കുകയാണ്. അപ്പം നവ്യ ആണെങ്കിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അബി ഇങ്ങനെ വന്ന് നവ്യയെ തന്നെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും എന്താ അബി, നീ എന്താണ് ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും നിന്റെ സന്തോഷം കണ്ട് ഞാൻ നോക്കിയതാണ്. അതെ, എനിക്ക് വളരെയേറെ സന്തോഷമായി. കാരണം ഈ മുത്തശ്ശൻ ഇങ്ങനെ ഒരു നിലപാടെടുക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇപ്പോഴാണ് എൻ്റെ മുത്തശ്ശനോട് വലിയ ആദരവും ബഹുമാനവും ഒക്കെ എനിക്ക് തോന്നിയത് അബി. അല്ലെങ്കിൽ എനിക്ക് തോന്നുക പോലുമില്ല. ഏതായാലും അയാൾ തന്നെ ഈ MD സ്ഥാനം ഒഴിഞ്ഞു പോയി നന്നായി. അല്ലെങ്കിൽ മുത്തശ്ശൻ തന്നെ പറഞ്ഞാനായിരുന്നു ഇത് രാജിവെക്കണമെന്ന്. അതുകൊണ്ട് അത് ഏറ്റവും വലിയ നല്ല കാര്യമായി. അയാൾ കമ്പനിയിൽ നിന്ന് പോയി MD സ്ഥാനത്ത് നിന്ന് ഒഴിവായി. ഇനി അയാൾ ഈ വീട്ടിൽ നിന്ന് തന്നെ പോകണം, എന്നാലേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. ചന്തുവിൻ്റെ അമ്മനെ ചന്തുമോളുടെ അമ്മയെ ഈ വഞ്ചിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്കത് സഹിക്കാൻ പോലും പറ്റുന്നില്ല. അവനെയൊക്കെ ഇവിടെ വെച്ച് പൊറപ്പിക്കാൻ പാടില്ല. എനിക്കിപ്പോൾ അയാളുടെ മുഖം കാണുന്നത് പോലും വല്ലാത്തൊരു കലി തന്നെയാണ്. അതുകൊണ്ട് അയാൾ ഇവിടെ നിൽക്കുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല എന്നൊക്കെ പറയാണ്. അനിയും അതേപോലെ തന്നെയാണ്. അനി കണ്ടില്ലേ, ഒരു കല്യാണം കഴിച്ചിട്ടും എൻ്റെ അനിയത്തിയുടെ പിന്നാലെ തന്നെ നടക്കുകയാണ്. അതുകൊണ്ട് അനിയും അങ്ങനെ തന്നെയാണ്. പിന്നെ എൻ്റെ കാര്യം നിനക്ക് മനസ്സിലായില്ലേ, നീയും മോശക്കാരനായിരുന്നു. പക്ഷേ നീ കുറെ പെണ്ണുങ്ങളെയൊക്കെ സ്നേഹിച്ച് വഞ്ചിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ ഇവര് ചെയ്തത്രയും നീ ചെയ്തിട്ടില്ലല്ലോ. നവ്യേ, അതൊക്കെ പണ്ട്. പക്ഷെ നമുക്കൊരു കുഞ്ഞുണ്ടായതിന് ശേഷം ഞാൻ ആ വഴിക്കേ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാൻ പക്ക ഡീസൻ്റ് ആണ് എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നിന്നോട് താല്പര്യം എന്നും പറഞ്ഞുകൊണ്ട് നവ്യ കെട്ടിപ്പിടിച്ചിട്ട് എനിക്കിപ്പോൾ നിന്നെ വിശ്വാസമാണ്, പൂർണ്ണ വിശ്വാസമാണ്. നിന്നെ ഇനി ഞാൻ സംശയിക്കില്ല
ബേ അതുകൊണ്ടാണല്ലോ നിന്നെ ഓരോരുത്തരും കുറ്റപ്പെടുത്തുമ്പോൾ നിനക്ക് വേണ്ടി ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറയാണ്. അതേപോലെ തന്നെ ഞാനും അമ്മയും ഒക്കെ ഇവിടെ വീട്ടുജോലികൾ ചെയ്താലും നീ ഒന്നും പറയാൻ പോകണ്ട നവ്യേ. അതൊക്കെ ദേ ആ വഴിക്ക് അങ്ങോട്ട് നടന്നോട്ടേന്നേ. ഇനി കൂടുതൽ പ്രശ്നത്തിനൊന്നും പോകണ്ട. ഇല്ല, ഇനി ഞാൻ പ്രശ്നത്തിന് പോവില്ല. ദേ ഞാൻ ആരോടും തല്ലുപിടിക്കാനും വരുന്നില്ല. എനിക്ക് നിന്നെ വിശ്വാസമാണ്. പിന്നെ അബയ്ക്ക് ആദർശിന് കിട്ടാനുള്ള തിരിച്ചടി മുഴുവൻ അയാൾക്ക് കിട്ടിയല്ലോ, അതിൽ പരം സന്തോഷം എനിക്ക് ഇനി വേറെ ഒന്നുമില്ല. ഈ ആദർശിന് കൂട്ടുനിന്നോടിട്ടാണ് എനിക്ക് നയനയോടും കലി. പക്ഷേ ദേ ഇപ്പം എല്ലാം മനസ്സിന് സമാധാനം തരുന്ന കാര്യങ്ങളാണ് ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് മതി എനിക്ക്. ഇതിൽ പരം കൂടുതൽ സന്തോഷമൊന്നും വേണ്ടാന്നേ എന്നൊക്കെ പറയാം. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ നമ്മുടെ അഭിയാണെങ്കിൽ ആകെ ടെൻഷനിലാണ്. കാരണം സത്യാവസ്ഥ എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പണി പാളൂന്ന് ഇവർക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് വലിയ ടെൻഷനിലാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയാണ്. അപ്പോൾ ആദർശ് ഈ നയനയും കൊണ്ട് പുറത്തേക്ക് പോയിരിക്കുകയാണല്ലോ. അപ്പോൾ നയനയും കൊണ്ട് പുറത്ത് പോയി കഴിഞ്ഞപ്പോഴേക്കും നയനെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ ആദർശേട്ടാ? ആദർശേട്ടന് ഭയങ്കര സങ്കടമുള്ള എന്താ പറ്റിയത് എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ അതെ, മുത്തശ്ശൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ എനിക്ക് ദേഷ്യമോ സങ്കടമോ ഒന്നുമില്ല. കാരണം മുത്തശ്ശൻ അങ്ങനെ ഒരു കാര്യം ചെയ്യണം. ഞാൻ അത്രയും വലിയൊരു തെറ്റാണല്ലോ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത്. അതേ ആദർശേട്ടാ, മുത്തശ്ശനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതേ നയനെ, മുത്തശ്ശനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ദുബായിൽ നിന്നും പരാജയം നേരിട്ട് ഞാൻ വന്നപ്പോഴും മുത്തശ്ശൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഇത് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ്. അതൊക്കെ ആലോചിക്കുമ്പോൾ ആകെ സങ്കടവും തോന്നുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും വരേണ്ടതൊക്കെ വന്നു. പക്ഷേ അങ്ങനെയല്ല നയനെ, ഇതിന് പിന്നിൽ ആരാണെന്ന് എനിക്ക് കണ്ടെത്തണം. ഈ ചതി ആരാണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാക്കണം. ചിലപ്പോൾ എൻ്റെ ശത്രുക്കളായിരിക്കില്ല, ചിലപ്പോൾ മുത്തശ്ശനെ തകർക്കാൻ വേണ്ടി മുത്തശ്ശൻ്റെ ശത്രുക്കൾ തന്നെ ചെയ്ത കാര്യങ്ങളാണെങ്കിലോ, മുത്തശ്ശൻ്റെ അടിപ്പതനം വരുത്താൻ വേണ്ടി തന്നെ ചെയ്ത കാര്യങ്ങളാണെങ്കിലോ, അതെനിക്ക് കണ്ടെത്തുക തന്നെ ചെയ്യണം. അതുവരെ എനിക്ക് മുത്തശ്ശനെ ഫേസ് ചെയ്യാനായിട്ട് കഴിയില്ല നയനെ. അതുകൊണ്ട് എനിക്ക് അമ്മയോട് എങ്ങനെ പറയണമെന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് നിന്നെ ഇവിടെ വിളിച്ചു കൊണ്ടുവന്ന് ഞാൻ ചില കാര്യങ്ങളിൽ പറയാമെന്ന് വിചാരിച്ചത്. ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കുകയാണ് നയനെ എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് നയനയാണെങ്കിൽ അന്തം വിട്ട് നോക്കി നിൽക്കാം. എന്താ ആദർശേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അതെ, ഞാൻ ഏതായാലും ഔട്ട് ഹൗസിലേക്ക് മാറുകയാണ്. എനിക്ക് അമ്മയോട് എങ്ങനെ ഇത് പറയണമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് നിന്റെ മുന്നിൽ ഇത് ഞാൻ ആദ്യം അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചത്. നീ സങ്കടപ്പെടരുത് നയനെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരെയും വിട്ടു നിൽക്കുന്നതിൽ എനിക്ക് സങ്കടമൊക്കെ ഉണ്ട്. പക്ഷേ ആദർശേട്ടൻ കൂടെയുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആദർശേട്ടാ, നമുക്ക് മാറി നിൽക്കാമെന്ന് പറയാണ് നയനെ. ദേ അത് പറയാൻ വേണ്ടിയാ നിന്നെ ഞാൻ വിളിച്ചത്. നീ ഏതായാലും ഈ സാഹചര്യത്തിൽ എൻ്റെ ഒപ്പം വരണ്ട. നീ അമ്മയോടൊപ്പം തന്നെ നിൽക്കണം. അതാണ് നിനക്ക് സേഫ്റ്റി. ഞാൻ മാത്രമാണ് ഔട്ട് ഹൗസിലേക്ക് പോകുന്നത്. ഞാൻ മാത്രമാണ് മാറി നിൽക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആദർശേട്ടാ, അങ്ങനെ പറയരുത് ആദർശേട്ടാ. എന്തൊക്കെയാ ആദർശേട്ടി സംസാരിക്കുന്നതെന്നൊക്കെ ദുഃഖത്തോടെ ചോദിക്കണം. അതെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ഒന്ന് മനസ്സിലാക്കണം. എനിക്ക് ഇതേ നിവൃത്തിയുള്ളൂ. ആദർശേട്ട എന്തിന് വീട്ടിൽ തന്നെ വന്ന് നിന്നിട്ട് ഇതിന് പിന്നിൽ കളിച്ചത് ആരാണെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ സാവകാശത്തിൽ. അതിനെന്തിനാ ആദർശേട്ട മാറി നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അതിന് കാരണമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മുത്തശ്ശനെ ഫേസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മാറി നിൽക്കാമെന്ന് പറഞ്ഞത്. നീ ഇതിൽ തടസ്സമൊന്നും വെക്കരുത്. അപ്പം നയന അങ്ങോട്ട് മാറി നിന്ന് ഭയങ്കരേറെ കരച്ചിലാണ്. ആദർശന് വിട്ടുപിരിയാനായിട്ട് പറ്റില്ലല്ലോ. നയനെ കരയല്ലേ നയനെ, ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആക്കിയിട്ട് മുത്തശ്ശന് മുന്നിൽ ഞാൻ വരും, സത്യാവസ്ഥ തെളിയിക്കാൻ വേണ്ടി. അതുവരെ നീ എനിക്ക് സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കണം. കരയാൻ നിൽക്കരുത് നയനെ, ഇതെൻ്റെ റിക്വസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനയെ ചേർത്ത് പിടിക്കുകയാണ്. ഇനി അമ്മയോട് കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കണമെന്നും പറയാം. അങ്ങനെ നമ്മുടെ ദേവയാനിയെ കാണിക്കുകയാണ്. അപ്പോൾ ദേവയാനിയാണെങ്കിൽ എന്തൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നയനയും ആദർശും കൂടി കയറി വരുന്നത്. ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളിത് എങ്ങോട്ട് പോയതാണ് എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ഞങ്ങളൊന്ന് പുറത്തു പോയതാണ്. എനിക്ക് നയനയോട് അത്യാവശ്യമായ ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ടായിരുന്നു. അത് പറയാൻ വേണ്ടി പോയതാണ്. എന്താ മോളുടെ മുഖത്ത് ഭയങ്കര സങ്കടം ഉണ്ടല്ലോ, നീ അവളെ കരയിപ്പിച്ചോ? എന്താ മോനെ ഉണ്ടായത് എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ അമ്മയോടും ഞാൻ പറയാം കാര്യങ്ങളൊക്കെ. ഞാൻ അത് തന്നെയാണ് നയനയോടും പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്താണ് കാര്യം? അത് പിന്നെ ഞാനിവിടെ നിന്ന് മാറി നിൽക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുകയാണ്.
ഞാൻ ഔട്ട് ഹൗസിലേക്ക് മാറുകയാണ് കുറച്ച് ദിവസത്തേക്ക് എന്ന് ദേവയാനിയോട് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവയാനിയാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ്. മോനെ, നീ എന്തൊക്കെയാ മോനെ ഈ പറയുന്നത്? അതെ അമ്മേ, ഇത് തന്നെയാണ് സത്യം. എനിക്കിവിടെ നിന്ന് മാറി നിന്നേ മതിയാവുള്ളൂ. മുത്തശ്ശനെ ഫേസ് ചെയ്യാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് ആദർശ് തുറന്നു പറയാ. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു സി അഗൈൻ. ബൈ ബൈ.